അതെ ഗൈസ്, നമ്മളങ്ങനെ കാത്തിരുന്ന ഒരു സാധനമാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. അതെ, നമുക്ക് ക്രിസ്മസ് വെക്കേഷൻ എത്തിയേക്കാണ്. നമ്മൾ പോവാണ്. ഇപ്പോൾ നമ്മളെ വീഡിയോയിൽ നമ്മൾ രണ്ടുപേരും മാത്രമേ കാണാം. അനീനയും മിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയേക്കുവാണ്. നമുക്ക് സീറ്റ് പിടിക്കണം. കാരണം ഇത് ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാ കോളേജിലും നമുക്ക് വെക്കേഷനാണ്. സോ നമുക്ക് പെട്ടെന്ന് പോകണം. നമുക്ക് ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. സന്തോഷം കൊണ്ട് എന്തൊക്കെ പറയണമെന്ന് അറിയില്ല. പിന്നെ നമ്മൾ അതെ, നമ്മുടെ സർപ്രൈസസ് ആർ കമ്മിങ് സൂൺ. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. സർപ്രൈസസ് ഞങ്ങൾക്ക് ഒരു ഇതാണ്, ഒരു മെമ്മറിയാണ്. നിങ്ങൾക്ക് എത്രമാത്രം സർപ്രൈസ് അത്രേ ഉള്ളൂ, പക്ഷെ നമുക്ക് സന്തോഷമാണ്. ഇവിടെ ഫുഡ് വാങ്ങാൻ കയറിയൊക്കെ ഗൈസ് നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. മിന്നു അനീനയും സീറ്റ് ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകും. കഴിക്കാനായിട്ട് ഫുഡൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ ഹോസ്റ്റലിൽ, അപ്പോൾ അതുകൊണ്ട് ആൾക്കാരൊക്കെ പോകുന്ന ഗൈസ് നമുക്കും പെട്ടെന്ന് പോകാം. നമ്മൾ അവരെങ്ങനെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. അതെ ഗൈസ്, നല്ല തിരക്കാണ്. ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ചു. വീട് എടുക്കാൻ പറ്റില്ല, കാരണം നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മൾ വന്ന പാടെ. പിന്നെ ബിരിയാണിയുടെ വീട് നമ്മൾ ഷോർട്സ് എടുത്തിട്ടുണ്ട്. സോ നമുക്ക് അവിടെ പോയി കാണാം. ട്രെയിൻ എടുത്തു, നമ്മളങ്ങനെ യാത്ര തുടങ്ങി ഗൈസ്. അപ്പോൾ നമ്മൾ നേത്രാവതി കടന്നിരിക്കുന്നു. നല്ല കാറ്റുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ യാത്രയൊക്കെ തുടങ്ങിയപ്പോൾ ആദ്യം ഞങ്ങൾക്ക് അത്ര മടുപ്പുണ്ടായില്ല. പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നായി, ഭയങ്കര തിരക്കുമായി. അപ്പോഴത്തെ ബിനോയും ആര്യൊന്ന് സിനിമ കാണാൻ വേണ്ടി തുടങ്ങി. മിന്നു അപ്പോൾ ഭയങ്കര ഉറക്കമായിരുന്നു. പിന്നെ എങ്ങനെയോ കഷ്ടിച്ച് രാത്രിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് 11 മണിയൊക്കെ ആകുമ്പോഴേ ഞങ്ങൾ അവിടെ എത്തുള്ളൂ. പക്ഷേ ട്രെയിൻ കുറച്ച് അരമണിക്കൂർ ലേറ്റ് ആയിരുന്നു. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെയും സമയം പോകാത്തതുകൊണ്ട് ആര്യയും ബിനോയും കൂടി റീൽസ് കാണുമായിരുന്നു. ട്രെയിനിൽ ഉള്ളിലുള്ള വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയി. കാരണം നമ്മൾ ലോക്കൽ ടിക്കറ്റാണ്. ഭയങ്കര ടയർഡായി പോയി. വീഡിയോ എടുക്കാനുള്ള സാഹചര്യം അല്ലായിരുന്നു. കേൾക്കാൻ പറ്റുന്ന നേരത്തിൽ റെയിൽവേ സ്റ്റേഷൻ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് വീഡിയോ. പിന്നെ അതിൻ്റെ വീട്ടിൽ പോകും നമ്മൾ നമ്മൾ ലേഡീസിലാണ് കയറിയത്. അപ്പം അത് ട്രെയിനിൻ്റെ ഏറ്റവും അറ്റത്തായ കാരണം തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പുറത്തിറങ്ങണം. കാരണം നമ്മൾ ഏറ്റവും അപ്പോൾ കുറേ സ്ട്രെയിറ്റ് നടക്കണം. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോട് ഫ്രണ്ടിലാണ്. സോ നമ്മൾ അവളുടെ ബാക്കിൽ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഴി കൂടെ പോകുന്ന ആൾക്കാരെല്ലാം നോക്കി ചൂണ്ടിക്കാണിക്കണം. ബിനോയ് അത് നോക്കിയിരിക്കുകയാണ് മിന്നു മുന്നിൽ. സോ ഗൈസ്, നമ്മൾ അവളുടെ വീട്ടിലെത്തിയിട്ട് ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഗൈസ് നമ്മളങ്ങനെ കാറിൽ ഇറങ്ങി വീട്ടിലോട്ട് പോവാണ്. കാറിൽ കയറില്ല. അത് കഴിഞ്ഞ് പിന്നെ കാറിലൊക്കെ കയറി ഓരോ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഇരുന്നേച്ച് എറണാകുളത്തെത്തിയ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു എല്ലാവരും. പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി, ഫുഡ് വിശക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് നല്ലോണം, കഴിച്ചിട്ട് കിടക്കാം എന്നുള്ളൊരു ഇതിലായിരുന്നു ഞങ്ങളെല്ലാവരും. ഗൈസ് അറ്റ് ലാസ്റ്റ് നമ്മളത് അനീനയുടെ വീട്ടിലെത്തി. വെട്ടം കിട്ടുന്നില്ല. സബ്സ്ക്രൈബറാണ്, നമ്മളെ കണ്ടപ്പോൾ ഇവിടെ നിന്നെയാണ്. നമ്മളെല്ലാം നിന്ന് നമ്മളങ്ങനെ അറ്റ്ലാസ്റ്റ് കയറാൻ പോയപ്പോൾ ഗൈസ് ഇവിടെ നമുക്ക് നോസ്റ്റ് ഉടുപ്പിക്കുന്ന അനീനയുടെ പഴയ സൈക്കിളൊക്കെ ഇരിപ്പുണ്ട്. ഗൈസ് അങ്ങനെ വീട്ടിലേക്ക് എത്തി. ആദ്യത്തെ ഒരു തുടക്കത്തിൻ്റെ പ്രശ്നം. അത് മറ്റേ അത്ഭുത ജീവിയെ പോലെ നടക്കണം. അങ്ങനെ വീട്ടിലെത്തി. ഇപ്പോഴങ്ങനെ കുളിച്ച് ഫ്രഷായി നമ്മളിനി ഫുഡ് കഴിക്കാണ്ട് പോവാണ്. അപ്പോൾ നമുക്ക് ചുമ്മാ നോർമൽ ഫുഡിനെക്കാട്ടും നമുക്ക് കുറച്ച് കപ്പ ഇരിപ്പുണ്ട്. അപ്പോൾ കപ്പയും മീൻ കറി കൂടെ കഴിച്ചിട്ട് നമുക്ക് ഡിന്നർ കഴിക്കാൻ വിചാരിച്ചു. ക്യാമറ ഞാൻ ഒരു ഇടത്തെ കൈ കൊണ്ട് കേട്ടോ പിടിച്ചേക്കുന്നത്, ബാക്കിൽ വിട്ട് കാണിക്കാം. കപ്പ എടുക്കുക, മത്തിയാണോ ചാള എന്താ മീൻ, മത്തി എടുത്ത് മീൻ കറിയിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഗൈസ്
ഇതേ അമ്മ നമുക്ക് വേണ്ടി ഇതേ ഓരോരോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കുകയാണ്. അമ്മ എന്താണ് ഈ അവസരത്തിൽ ഞങ്ങളോട് പറയാനുള്ളത്? ഗൈസ് ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കേട്ടത് അനീനയുടെ സൗണ്ടാണ്. ഗൈസ് അപ്പോൾ നമുക്ക് കപ്പ് കഴിക്കാം. ഗൈസ് ഇതേ നമ്മുടെ മിന്നൂസിലും വന്നിട്ടുണ്ട് കുളിയൊക്കെ കഴിഞ്ഞ്. ഇന്നത്തെ സ്പെഷ്യൽ മീൻകറി, ചിക്കൻ കറിയാണിത്. ആ ഗൈസ് ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ദോശയായിരുന്നു കഴിക്കാൻ. ഡിന്നർ ആദ്യം സ്റ്റാർട്ടപ്പായിട്ട് നമ്മൾ കപ്പയും മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ദോശ, ചിക്കൻ കറി, ദെൻ ഒരു ചമ്മന്തി, തേങ്ങാ ചമ്മന്തി, പിന്നെ ചിക്കൻ ഫ്രൈയും, പിന്നെ നമ്മുടെ ഫേവറേറ്റ് സുലൈമാനി. അത് കഴിഞ്ഞ് നാളത്തെ പ്ലാൻ എന്തൊക്കെയാണെന്നുള്ള ഡിസ്കഷനിലായിരുന്നു എല്ലാവരും. രാവിലെ ആദ്യം എഴുന്നേറ്റ് ബീച്ചിൽ പോകണോ അതോ വേറെ എവിടെയെങ്കിലും പോകണോ എന്നൊക്കെയുള്ള ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ ആര് വന്നത് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഓൾറെഡി അതിനകത്ത് വോയിസ് ഉണ്ടായില്ല, അവൾ വന്നിങ്ങനെ എന്തോ അഭിനയിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിന് 3 പേരും കൂടി പിന്നെ എന്തൊക്കെയോ പിന്നെയും കാണിക്കുന്നുണ്ട്. നമ്മളിവിടം കൊണ്ട് അവസാനിപ്പിക്കണല്ലോ, ഇനി ഓരോരോ ഇതായിട്ട് എക്സാം ടൈമിൽ ഗ്യാപ്പ് എടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ ഗ്യാപ്പ് പിന്നെയും തുടങ്ങുവാണ്, ആദ്യം തുടങ്ങുവാണ്. നല്ല തുടക്കമായി മാർക്കെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.